വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ പാറ്റേൺസും ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്, എത്ര മാർക്കിനാണ് ചോദിക്കാമെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ നമ്മൾ 3 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളത് 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ, ഏതാണ്? കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2 മൈനസ് അല്ലേ. NH2 മൈനസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആസിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? H+നെ കോൺജുഗേറ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ H+നെ അക്സെപ്റ്റ് ചെയ്യുന്ന ആള്. ഓക്കെ, H+നെ അക്സെപ്റ്റ് ചെയ്യുക. ബേസ് എന്ന് പറഞ്ഞാൽ H+നെ റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രം ഓർക്കുക. അപ്പോൾ നിങ്ങളോട് ഏതൊരു സബ്സ്റ്റൻസ് തന്നിട്ട്, ഏതൊരു മോളിക്യൂൾ തന്നിട്ടും അതിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് ചോദിച്ചാൽ എന്ത് ചെയ്യുക? H+ ആഡ് ചെയ്ത പ്രോഡക്റ്റ് എഴുതുക. കോൺജുഗേറ്റ് ബേസ് ചോദിച്ചാൽ എന്ത് ചെയ്യുക? തന്നിരിക്കുന്ന കോമ്പൗണ്ടിൽ നിന്ന് ഒരു H+നെ എന്ത് ചെയ്യുക? കുറക്കുക. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, നമ്മളോട് ചോദിച്ചിട്ടുള്ള ഏതാ? കോൺജുഗേറ്റ് ആസിഡ് ആണ് അല്ലേ. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2 മൈനസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിനോട് നമ്മളൊരു H+ ആഡ് ചെയ്താൽ ടോട്ടലി എന്തായി? 3 ഹൈഡ്രജൻസ് ആയില്ലേ. NH3 ആയി. പ്ലസ്സും ഉണ്ട്, ഒരു മൈനസും ഉണ്ട്. അത് രണ്ടും കൂടി എന്ത് ചെയ്തു? ന്യൂട്രൽ ആയില്ലേ. അപ്പോൾ നമുക്ക് എന്തായി കിട്ടുക? NH3 ആണല്ലേ കിട്ടുക. അപ്പോൾ കോൺജുഗേറ്റ് ആസിഡ് ഓഫ് NH2 മൈനസ് എന്ന് പറയുന്നത് എന്താണ്? NH3. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ NH4+ ഉണ്ട്, NH2OH ഉണ്ട്, N2H4 ഉണ്ട്, ദെൻ NH3. അപ്പോൾ ഇതിൽ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? NH3. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒറ്റ കാര്യം, നിങ്ങളോട് കോൺജുഗേറ്റ് ആസിഡ് ആണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? H+നെ ആഡ് ചെയ്യുക. കോൺജുഗേറ്റ് ബേസ് ആണ് നിങ്ങളോട് ചോദിച്ചെങ്കിൽ H+നെ ഒഴിവാക്കുക, റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന പ്രോഡക്റ്റ്. ഓക്കെ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ 4th ക്വസ്റ്റ്യൻ തന്നെ 2 ചോയ്സസ് ഉണ്ട് അല്ലേ. അപ്പം അതിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫസ്റ്റ് ചോയ്സ് A ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ B ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. രണ്ടും കൂടെ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് B ക്വസ്റ്റ്യൻ എന്താ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ദ ഹയസ്റ്റ് pH വാല്യൂ? അപ്പോൾ pH വാല്യൂ ആർക്കാണ് കൂടുതൽ എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, pH സ്കെയിൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0 മുതൽ 14 വരെയാണ് അല്ലേ pH സ്കെയിലുള്ളത്. അതിൽ നമ്മുടെ എന്താണ് ഹൈ അസിഡിക് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ 0 to 3 pH വരെയൊക്കെയാണ്. ഹൈലി അസിഡിക് ആയിട്ടുള്ള ആൾക്കാർ pH വരിക 1, 2, 3 ഒക്കെ. HCl, H2SO4 ഇതൊക്കെ എന്താണ്? ഹൈലി അസിഡിക് ആയിട്ടുള്ള ആസിഡ്സ് ആണ്, സ്ട്രോങ് ആസിഡ്സ് ആണ്. അപ്പോൾ ഈ സ്ട്രോങ് ആസിഡ്സിൻ്റെ pH എന്ന് പറയുന്നത് 1, 2, 3 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ സ്ട്രോങ് ആസിഡിൻ്റെ pH വരുന്നത്. ഓക്കെ, ദെൻ പിന്നെ 7 എന്ന് പറയുന്നത് എന്താണ്? ന്യൂട്രൽ pH ആണല്ലേ. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ pH സ്കെയിലിൽ 1 to 14 അല്ലേ. അപ്പോൾ ഇതിൽ pH സ്കെയിലിൽ 7 എന്ന് പറയുന്നത് ഏതാണ്? നമ്മുടെ ന്യൂട്രൽ pH ആണ് അല്ലേ. നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് ന്യൂട്രൽ ആണ്, ആസിഡും അല്ല ബേസും അല്ല, ന്യൂട്രൽ ആണ് അല്ലേ. അപ്പോൾ ഈ ന്യൂട്രലിൻ്റെ pH 7 ആണ്. pH 7-നെക്കാട്ടിലും കുറവുള്ള ആൾക്കാരൊക്കെ എന്താണ്? ആസിഡ്സ് ആണ്. 7-നെക്കാട്ടിലും കൂടുതൽ pH ഉള്ള ആൾക്കാരൊക്കെ എന്താണ്? ബേസിക് സ്വഭാവമുള്ള ആൾക്കാരാണ്. ഓക്കെ, അപ്പോൾ ഈ pH 7-നെക്കാട്ടിലും കുറഞ്ഞ ആൾക്കാരിൽ തന്നെ ആസിഡിൽ തന്നെ സ്ട്രോങ് ആസിഡ്സും ഉണ്ട്, വീക്ക് ആസിഡ്സും ഉണ്ട്. അപ്പോൾ സ്ട്രോങ് ആസിഡ്സിൻ്റെ pH എന്ന് പറയുന്നത് ഈ 1 to 3 വരെയുള്ള ഈ ഒരു റേഞ്ചിലാണ് നമ്മുടെ സ്ട്രോങ് ആസിഡ് ആയിട്ടുള്ള HCl, H2SO4 ഒക്കെ pH വരുന്നത്. എന്നാൽ വീക്ക് ആസിഡ് ആയിട്ടുള്ള അസറ്റിക് ആസിഡ് പോലത്തെ ആസിഡിൻ്റെ ഒക്കെ pH എന്ന് പറയുന്നത് ഈ 4 to 7 ഈ ഒരു 7നോട് അടുത്തുള്ള ഏരിയയിലാണ് എന്ത് ചെയ്യുക? നമ്മുടെ വീക്ക് ആസിഡ്സിൻ്റെ pH വരുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ സ്ട്രോങ് ബേസിൻ്റെ pH 14നോട് അടുത്താണ് വരിക. അപ്പോൾ ഒരു 13, 12 to 14 ആ ഒരു റേഞ്ചിലൊക്കെയാണ് നമ്മുടെ സ്ട്രോങ് ആസിഡ്സിൻ്റെ pH വരുന്നത്, 14നോട് അടുത്തിട്ട്. ഓക്കെ, ദെൻ അപ്പോൾ സ്ട്രോങ് ആസിഡ് അല്ല, സ്ട്രോങ് ബേസിൻ്റെ ആസിഡിനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ബേസിൻ്റെ ആണ് നമ്മൾ പറയുന്നത്. ബേസിൻ്റെ pH, സ്ട്രോങ് ബേസിൻ്റെ pH വരുന്നത് 14നോടൊക്കെ അടുത്തിട്ടാണ് വരിക. 14ൻ്റെ അടുത്തുള്ള വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു 12, 13,
14 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ സ്ട്രോങ് ബേസസ് ആയിട്ടുള്ള. അതിന് എക്സാമ്പിളാണ്, സ്ട്രോങ് ബേസിന് എക്സാമ്പിളാണ് NaOH, KOH ഒക്കെ സ്ട്രോങ് ബേസിന് എക്സാമ്പിളാണ്. ദെൻ നമ്മുടെ വീക്ക് ബേസസിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 7 മുതൽ ഒരു 11, 12 ഒക്കെ വരെ വരുന്നതാണ് നമ്മുടെ വീക്ക് ബേസസ് ആയിട്ടുള്ള സോഡിയം കാർബണേറ്റ്. ഓക്കെ, Na2CO3 പോലത്തെ വീക്ക് ബേസസിൻ്റെ pH വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഏറ്റവും രണ്ടറ്റത്ത് ഇപ്പോൾ pH സ്കെയിലിൻ്റെ രണ്ടറ്റത്ത് ആരാണ്? ഇവിടെ സ്ട്രോങ് ആസിഡാണ്, ഇവിടെ സ്ട്രോങ് ബേസ് ആണ്, നടുവിൽ എന്താണ്? ന്യൂട്രൽ pH ആണ്. ക്ലിയർ ആണോ? പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. 1 molar HCl അല്ലേ? ഇപ്പോൾ നമ്മളെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഹാസ് ദ ഹയസ്റ്റ് pH വാല്യൂ? ഇപ്പോൾ ഇവിടെ താഴെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഈ 4 ഓപ്ഷൻസിൽ ഏതിനാണ് ഹൈ pH വാല്യൂ ഉള്ളത്? pH വാല്യൂ ആർക്കാണ് ഏറ്റവും കൂടുതലുള്ളത് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ നോക്കൂ, 1 molar HCl അല്ലേ? HCl എന്ന് പറയുന്നത് എന്താണ്? സ്ട്രോങ് ആസിഡ് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? HCl-ഉം H2SO4 ഒക്കെ സ്ട്രോങ് ആസിഡ്സ് ആണ്. അപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ pH സ്കെയിലിൽ എവിടെ വരിക? ഇത് ന്യൂട്രൽ ആണ്, ഇവിടെ ആസിഡ് ആണ്, ഇവിടെ ബേസ് ആണ് അല്ലേ? നമ്മൾ പറഞ്ഞു അതിൽ തന്നെ ഈ ഒരു റേഞ്ചാണ് നമ്മുടെ സ്ട്രോങ് ആസിഡ് വരുന്നത്. ഇവിടെ വീക്ക് ആസിഡ് ആണ്. ഈ ഒരു റേഞ്ച് സ്ട്രോങ് ബേസ് ആണ്, ഇവിടെ വീക്ക് ബേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ HCl എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ആസിഡ് ആണ്. അപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ pH എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു 1 to 3 ആ ഒരു റേഞ്ചിലായിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? ദെൻ 1 molar Na2CO3 എല്ലാത്തിനും കോൺസെൻട്രേഷൻ സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ കോൺസെൻട്രേഷനെ കുറിച്ചിട്ട് ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഓരോന്നും നോക്കുക. Na2CO3 ആണല്ലേ അടുത്തത്. Na2CO3 എന്ന് പറഞ്ഞാൽ ഒരു വീക്ക് ബേസ് ആണ്. അപ്പോൾ നമ്മുടെ സ്ട്രോങ് ആസിഡ്സ് ഏതൊക്കെയാണ്? HCl, H2SO4, HNO3 ഇതൊക്കെ എന്താണ്? സ്ട്രോങ് ആസിഡ്സ് ആണ്. വീക്ക് ആസിഡ്സിൽ വരുന്നതാണ് അസറ്റിക് ആസിഡ്, CH3COOH. അസറ്റിക് ആസിഡ് ഒക്കെ വീക്ക് ആസിഡ് ആണ്. ഓക്കെ, അപ്പോൾ സ്ട്രോങ് ബേസ് ഏതൊക്കെയായിരുന്നു? സ്ട്രോങ് ബേസ് എന്ന് പറയുന്നത് NaOH, KOH ഒക്കെ എന്താണ്? സ്ട്രോങ് ബേസ് ആണ്. വീക്ക് ബേസ് വരുന്നതാണ് Na2CO3 ഒക്കെ. ഓക്കെ, Na2CO3. അപ്പോൾ ഇവിടെ സോഡിയം കാർബണേറ്റ്, ഈ സോഡിയം കാർബണേറ്റ് വീക്ക് ബേസ് ആണ്. അപ്പോൾ അതിൻ്റെ pH എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലെ 7 മുതൽ 11 വരെയുള്ള ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ ആര് വരിക? സോഡിയം കാർബണേറ്റ് വരുന്നുണ്ടാവുക. ദെൻ 1 molar NaOH എന്നാൽ ഒരു സ്ട്രോങ് ബേസ് ആണ് അല്ലേ? അപ്പോൾ ഈ സ്ട്രോങ് ബേസിൻ്റെ pH എന്ന് പറയുന്നത് എപ്പോഴും 14നോട് അടുത്തിട്ടായിരിക്കും അല്ലേ? അപ്പോൾ ഒരു 12 to 14 ആ ഒരു റേഞ്ചിലായിരിക്കും നമ്മുടെ NaOHൻ്റെ pH വരിക. ദെൻ 1 molar C2H5OH ഇതാണ് നമ്മുടെ അസറ്റിക് ആസിഡ്, CH3CH2OH അല്ലേ? അസറ്റിക് ആസിഡിൻ്റെ pH എന്ന് പറയുന്നത് നിങ്ങൾ നോക്കൂ. pH അസറ്റിക് ആസിഡ് പറയുന്നത് ഒരു വീക്ക് ആസിഡാണ്. അപ്പം അതിൻ്റെ pH എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലായിരിക്കും അല്ലേ? 7നോട് അടുത്തിട്ടുള്ള വാല്യൂ ആയിരിക്കും, <7 അല്ലേ? 7 ആയാൽ ന്യൂട്രൽ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ pH വാല്യൂ ആർക്കാണുള്ളത്? നിങ്ങൾ നോക്ക്. അപ്പോൾ ഇതിൽ HCl ഒരു 1 to 3 റേഞ്ചിലേ വരുള്ളൂ. ദെൻ Na2CO3ക്ക് 7 to 11, നമ്മുടെ NaOHന് അറൗണ്ട് 14ൻ്റെ അടുത്ത് pH വരും. ദെൻ നമ്മുടെ അസറ്റിക് ആസിഡിന് <7. അപ്പോൾ ഇതിൽ നമ്മുടെ ഏറ്റവും കൂടുതൽ pH വരുന്ന ആളാരാ? NaOH ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ്? NaOH ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? അപ്പോൾ pH സ്കെയിലിനെ കുറിച്ചിട്ട് ഒരു ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് ഈ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ തന്നിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. A അല്ലെങ്കിൽ B അറ്റൻഡ് ചെയ്യുക. ക്ലിയർ ആണല്ലോ? ഏതാണ് നന്നായിട്ട് നിങ്ങൾക്ക് അറിയുന്നത് അത് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഇനി നമുക്ക് 5th ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ ഈ 5th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? HOH ബോണ്ട് ആംഗിൾ ഇൻ വാട്ടർ. ഓക്കെ, വാട്ടറിൽ HOH ബോണ്ട് ആംഗിൾ, ഈ ബോണ്ട് ആംഗിൾ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അപ്പോൾ ബോണ്ട് ആംഗിൾ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ നോർമൽ വാട്ടറിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് എന്താണ്? ടെട്രാഹെഡ്രൽ ജിയോമെട്രി ആണ് അല്ലേ? അതായത് വാട്ടറിൽ ഓക്സിജന് നേരെ
എന്തുണ്ട്, 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ട്, 2 ഹൈഡ്രജൻ ആറ്റംസ് ഉണ്ട്. ടോട്ടൽ ഇലക്ട്രോൺ പെയേഴ്സ് എത്ര എണ്ണമാണ്? 4 ഇലക്ട്രോൺസ് പെയേഴ്സ് ഉണ്ട് അല്ലേ. ബോൺ പെയറും ലോൺ പെയറും കൂടി കൗണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ജിയോമെട്രി എന്ന് പറയുന്നത് 4 പെയേഴ്സ്, 4 പെയർ ഇലക്ട്രോൺസ് വന്നാൽ അതിൻ്റെ ജിയോമെട്രി പറയുന്നത് എന്താണ്? ടെട്രാഹെഡ്രൽ ആണ് അല്ലേ. VSEPR തിയറിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ടെട്രാഹെഡ്രൽ ജിയോമെട്രിയിലാണ് നമ്മൾ വാട്ടർ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആംഗിൾ ശരിക്ക് 109.28 ഡിഗ്രി അല്ലേ. 109.28 ഡിഗ്രി. ഇതാണ് നമ്മുടെ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ടെട്രാഹെഡ്രലിൽ ഇരിക്കുന്ന ഒരു മോളിക്യൂളിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ വാട്ടറിൽ ഈ 2 ലോൺ പെയേഴ്സ് ഉണ്ടായത് കാരണം ലോൺ പെയേഴ്സ് തമ്മിൽ എന്തുണ്ടാവും? റിപ്പൽഷൻ ഉണ്ടാവും. അത് കാരണം ബോണ്ട് പെയേഴ്സ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, കുറച്ചും കൂടി ബോണ്ട് ആംഗിൾ കുറച്ചിട്ടാണ്. ബോണ്ട് പെയറും തമ്മിലുള്ള ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറച്ചും കൂടി കുറച്ച് ആണ് വാട്ടറിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ലോൺ പെയർ റിപ്പൾഷൻ ആണ് കൂടുതൽ. അപ്പോൾ ലോൺ പെയറും തമ്മിൽ കൂടുതൽ എന്ത് ചെയ്യുക? സെപ്പറേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അവർ തമ്മിലുള്ള റിപ്പൾഷൻ മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോണ്ട് പെയർ എന്ത് ചെയ്യും? കുറച്ചുകൂടി അടുത്തോട്ട് വരും. അപ്പോൾ ബോണ്ട് ആംഗിൾ എന്ത് ചെയ്യും? കുറയും. അപ്പോൾ വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ഡിഗ്രിയാണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ആൻസർ. അപ്പോൾ ടെട്രാഹെഡ്രൽ ബോണ്ട് ആംഗിൾ ആണ് 109.28 ഡിഗ്രി. പക്ഷേ അതിൽ നിന്ന് എന്ത് ചെയ്തു? ഡീവിയേഷൻ, അതിൽ നിന്ന് ലോൺ പെയേഴ്സ് ഉണ്ടായത് കാരണം അവിടെ എന്ത് ചെയ്തു? ബോണ്ട് ആംഗിൾ ചുരുങ്ങി അല്ലേ, ബോണ്ട് ആംഗിൾ കുറഞ്ഞു. അപ്പോൾ വാട്ടറിൻ്റെ ബോണ്ട് ആംഗിൾ എത്രയാ? 104.5 ഡിഗ്രി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. Then the thermal stability of the following alkaline earth metal carbonates follows the order. അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഗ്രൂപ്പ് 2 എലമെന്റ്സ് അല്ലേ. ഗ്രൂപ്പ് 2 ആരൊക്കെയാണ് വരുന്നത്? ഗ്രൂപ്പ് 2 വരുന്ന ആൾക്കാർ ആരൊക്കെയാണ്? ബെറിലിയം, കാൽഷ്യം, മഗ്നീഷ്യം അല്ലേ. ബെറിലിയം, കാൽഷ്യം, മഗ്നീഷ്യം, ബേരിയം അല്ലേ. അപ്പോൾ ബെറിലിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം അല്ലേ. അപ്പം ഇവിടെ നോക്കൂ, ബെറിലിയം, കാൽഷ്യം, മഗ്നീഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം. ഇതാണ് നമ്മുടെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറയുന്നത് അല്ലേ. ഗ്രൂപ്പ് 2 എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇവരുടെ കാർബണേറ്റ്സ്, അതായത് ബെറിലിയം കാർബണേറ്റ്സ് BeCO3, കാൽഷ്യം കാർബണേറ്റ് CaCO3, MgCO3, ബേരിയം കാർബണേറ്റ് MgCO3, ബേരിയം കാർബണേറ്റ്. ഇതിൽ ആർക്കാണ് തെർമൽ സ്റ്റെബിലിറ്റി കൂടുതൽ? അതിൻ്റെ ഓർഡറിൽ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി നമ്മുടെ കാർബണേറ്റ്സിൻ്റെ കേസിൽ, അതായത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കാർബണേറ്റ്സിൻ്റെ കേസിൽ തെർമൽ സ്റ്റെബിലിറ്റി താഴോട്ട് പോകുന്തോറും എന്താ ചെയ്യുന്നത്? ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും തെർമൽ സ്റ്റെബിലിറ്റി എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ തെർമൽ സ്റ്റെബിലിറ്റി ബെറിലിയത്തിൻ്റെ കാർബണേറ്റിൽ നിന്ന് നമ്മുടെ ബേരിയം കാർബണിലേക്ക് നോക്കുമ്പോൾ അവിടെ തെർമൽ സ്റ്റെബിലിറ്റി എന്താ ചെയ്യുക? ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം അതിന് കാരണം ഇവിടെ എന്താണ്? അയോണിൻ്റെ ബെറിലിയം തൊട്ട് ബേരിയം വരെ പോകുമ്പോൾ, താഴോട്ട് പോകുമ്പോൾ അവിടെ അയോണിൻ്റെ സൈസ്, കാറ്റയോണിൻ്റെ സൈസ് കൂടുമ്പോൾ അവിടെ കാർബണേറ്റ് ആനയോണിൻ്റെ ഡിസ്റ്റോർഷൻ കുറയും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ റീസൺ. കാർബണേറ്റ് ആനയോണാണ് ഇവിടെ ഉള്ളത് അല്ലേ. CO3 മൈനസും ഇത് പോസിറ്റീവ് 2+ അല്ലേ. CO3 2-. അപ്പോൾ ഈ കാർബണേറ്റ് ആനയോണിനെ നമ്മുടെ കാറ്റയോണിൻ്റെ സൈസ് കൂടുന്തോറും അതിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന അളവ് കുറയും. ഓക്കെ, അപ്പോൾ അതിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കൂടുന്നാണ് പറയുന്നത്. അപ്പോൾ താഴോട്ട് പോകുന്തോറും കാറ്റയോൺസിൻ്റെ സൈസ് കൂടുന്നു. അപ്പോൾ അവിടെ നമ്മുടെ കാർബണേറ്റിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്ന കഴിവ് കുറയും. അപ്പോൾ അവിടെ തെർമൽ സ്റ്റെബിലിറ്റി കൂടും. ക്ലിയർ ആണോ? അപ്പോൾ ഡിസ്റ്റോർഷൻ ഓഫ് കാർബണേറ്റ് അയോൺ കുറയുമ്പോൾ അവിടെ സ്റ്റെബിലിറ്റി കൂടും. അപ്പോൾ നമ്മുടെ സ്റ്റെബിലിറ്റി ഓർഡർ എങ്ങനെയാണ്? താഴോട്ട് പോകുമ്പോൾ നമ്മുടെ കാർബണേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഓപ്ഷൻസിൽ ഏതാ വരുന്നത്? അപ്പോൾ നമ്മുടെ ഓപ്ഷനിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കാണ്? BaCO3ക്കാണ് അല്ലേ. ബേരിയം കാർബണേറ്റിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. പിന്നെ വരുന്നത് ആർക്കാണ്? മഗ്നീഷ്യം കാർബണേറ്റിനാണ് അല്ലേ. ബെറിലിയം കാർബണേറ്റ്
beryllium carbonate, then calcium carbonate, then magnesium carbonate, then beryllium carbonate അല്ലേ? ഇവിടെ ഈ ഒരു ഓർഡറിൽ നമ്മൾ എഴുതിയപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതായത് ബെറിലിയം, മഗ്നീഷ്യം, കാൽഷ്യം, സ്ട്രോൺഷ്യം, ബേരിയം ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓർഡറിൽ ചെറുതായിട്ടൊന്ന് മാറിപ്പോയിട്ടുണ്ട് നമ്മൾ എഴുതിയപ്പോൾ. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക കേട്ടോ. ബെറിലിയം കഴിഞ്ഞാൽ പീരിയോഡിക് ടേബിൾ താഴെ കിടക്കുന്ന ആളാരാണ്? മഗ്നീഷ്യം ആണ് അല്ലേ? ദെൻ പിന്നെയാണ് നമ്മുടെ കാൽഷ്യം, ബേരിയം ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു ഓർഡർ വരുമ്പോൾ കാർബണേറ്റ്സിൻ്റെ സ്റ്റെബിലിറ്റി വരുമ്പോൾ ബേരിയത്തിൻ്റെ കാർബണേറ്റ്സിനായിരിക്കും താഴോട്ട് പോകുന്തോറും സ്റ്റെബിലിറ്റി കൂടുകയാണെന്ന് പറഞ്ഞു അല്ലേ കാർബണേറ്റിൻ്റെ. അപ്പോൾ ഏറ്റവും സ്റ്റേബിൾ ഏറ്റവും താഴെയുള്ള ആളെ കാർബണേറ്റ്, അതായത് ബേരിയത്തിൻ്റെ, പിന്നെ കാൽഷ്യം, പിന്നെ മഗ്നീഷ്യത്തിൻ്റെ കാർബണേറ്റ്, പിന്നെയാണ് നമ്മുടെ ബെരിലിയത്തിൻ്റെ കാർബണേറ്റ്. അപ്പോൾ ഓപ്ഷൻ നോക്കൂ, ഇതിൽ ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ ഡി അല്ലേ? അപ്പോൾ ഇവിടെ നോക്കൂ, ബെരിലിയം കാർബണേറ്റ് ഗ്രേറ്റർ ദാൻ അല്ലേ? ഗ്രേറ്റർ പറഞ്ഞാൽ ഇതിനാണ് കൂടുതൽ അല്ലേ? ദെൻ CaCO3, പിന്നെ MgCO3 ആൻഡ് BeCO3. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ എന്താണ് കാർബണേറ്റ്, ആൽക്കലൈൻ എർത്ത് മെറ്റൽസിൻ്റെ കാർബണേറ്റ്സിൻ്റെ സ്റ്റെബിലിറ്റി താഴോട്ട് പോകുന്തോറും, ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും ഇൻക്രീസ് ചെയ്യാണ്. അത് ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഗ്രൂപ്പിൽ താഴോട്ട് പോകുന്തോറും കാറ്റയോൺസിൻ്റെ സൈസ് കൂടും. കാറ്റയോൺസിൻ്റെ സൈസ് കൂടുമ്പോൾ ഈ കാർബണേറ്റ് ആനയോണെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള എബിലിറ്റി കുറയും. അതുകൊണ്ട് ആ കാർബണേറ്റിൻ്റെ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, അതുകൊണ്ടാണ് താഴോട്ട് പോകുന്തോറും സ്റ്റെബിലിറ്റി ഓഫ് കാർബണേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഓർഡറിൽ എഴുതാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കൂ. Which of the following properties is not exhibited by sulfur dioxide? SO2 അല്ലേ? SO2 പി ബ്ലോക്ക് എലമെൻറ്റ്സിൽ നിങ്ങൾ സൾഫർ കോമ്പൗണ്ട്സിൽ പഠിച്ചിട്ടുണ്ട് SO2 അല്ലേ? അപ്പോൾ ഈ SO2 എന്ന് പറയുന്നത് എന്താണ്? അസിഡിക് നേച്ചറുള്ള ഒരു ഓക്സൈഡാണ്. അതെന്താണ്? കറക്റ്റാണ്, അത് നമ്മുടെ SO2ൻ്റെ പ്രോപ്പർട്ടിയാണ്. ദെൻ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി, ഇപ്പോൾ SO2ന് എന്താണ്? ചില കേസിൽ SO2 ഒരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിന് ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്. ദെൻ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്, അപ്പോൾ SO2നെ നമ്മൾ സാധാരണ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് ആയിട്ട് യൂസ് ചെയ്യാറില്ല. H2SO4, P2O5 ഒക്കെയാണ് നമ്മൾ ഡീഹൈഡ്രേറ്റിംഗ് ഏജൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഡീഹൈഡ്രേറ്റിംഗ് പറഞ്ഞാൽ എന്താണ്? വെള്ളത്തിനെ എന്ത് ചെയ്യുക? അബ്സോർബ് ചെയ്തെടുക്കുന്ന ഏജൻറ്റ്. അപ്പോൾ നമ്മുടെ SO2 എന്തല്ല? ഡീഹൈഡ്രേറ്റിംഗ് ഏജൻ്റ് അല്ല. അതുപോലെ റെഡ്യൂസിങ് പ്രോപ്പർട്ടി, അപ്പോൾ നമ്മുടെ SO2ന് എന്തുണ്ട്? സ്ട്രോങ് റെഡ്യൂസിങ് പ്രോപ്പർട്ടീസും ഉണ്ട്. അപ്പോൾ SO2ൽ ഓക്സിഡൈസിങ് പ്രോപ്പർട്ടി ഉണ്ട്, റെഡ്യൂസിങ് പ്രോപ്പർട്ടി ഉണ്ട്, അസിഡിക് നേച്ചറുള്ള ഒരു ഓക്സൈഡാണ് SO2. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഏതാ? Which of the following property is not exhibited by sulfur dioxide? SO2 കാണിക്കാത്ത പ്രോപ്പർട്ടിയാണ് നിങ്ങളോട് ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് SO2ൻ്റെ C അല്ലേ? ഡീഹൈഡ്രേറ്റിംഗ് ഏജൻറ്റ്. ഓക്കെ, അപ്പോൾ C ആണ് നമ്മുടെ ഓപ്ഷൻ. SO2 കാണിക്കാത്ത ഒരു സ്വഭാവം. ദെൻ നെക്സ്റ്റ് ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതാണ്? ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഓക്സി അസെറ്റ്ലീൻ ഫ്ലെയിം വിച്ച് പ്രിവെൻറ്റ് ദ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ ഡ്യൂറിങ് വെൽഡിങ് ആൻഡ് കട്ടിങ്. അപ്പോൾ വെൽഡിങ്ങും കട്ടിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സി അസെറ്റ്ലീൻ ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലെയിം യൂസ് ചെയ്യുമ്പോൾ ഏത് ഗ്യാസാണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ആ ഗ്യാസ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? അവിടെ എന്ത് ഫോം ചെയ്യും? പ്രിവെൻറ്റ് ദ ഓക്സിഡേഷൻ ഓഫ് മെറ്റൽ ഡ്യൂറിങ് വെൽഡിങ് ആൻഡ് കട്ടിങ്. അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ഫോം ചെയ്യും. അതുവഴി നമ്മുടെ മെറ്റലിന് എന്ത് ചെയ്യില്ല? നമ്മൾ വെൽഡിംഗ് ഒക്കെ നടത്തുന്നത്, കട്ടിങ്ങും വെൽഡിംഗ് ഒക്കെ നടത്തുന്നത് എന്തിനെയാണ്? മെറ്റൽസിനെയാണല്ലേ. അപ്പോൾ മെറ്റൽസിനെ കട്ടിങ്ങും വെൽഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ അവിടെ നമ്മൾ ഓക്സി അസെറ്റ്ലീൻ ഫ്ലെയിമാണ് യൂസ് ചെയ്തതെങ്കിൽ അവിടെ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗ്യാസ് എന്ത് ചെയ്യും? ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ട് ആക്ട് ചെയ്യും. അത് നമ്മുടെ മെറ്റലിനെ ഓക്സിഡേഷൻ എയറുമായിട്ട് കൂടി ചേർന്ന് ഓക്സിഡേഷൻ നടക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൽ ഓക്സിഡേഷന് നമ്മുടെ മെറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു ഗ്യാസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് അല്ലെങ്കിൽ കോമ്പൗണ്ട് ഏതാണെന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ആ ഗ്യാസ് ഏതാണ്? ഇതിലേതാണ്?
ഇവിടെ നോക്കൂ, ഹൈഡ്രജൻ ഉണ്ട്, എത്തീൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. അപ്പോൾ ഇതിനൊറ്റ ആൻസറേ ഉള്ളൂ, കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഓക്സി അസെറ്റിലിൻ ഫ്ലെയിം നമ്മൾ എന്ത് ചെയ്യുക, വെൽഡിങ്ങിന് വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാ, കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ലാന്തനോയിഡ്സ് 7ൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. എ ക്വസ്റ്റ്യനും ഉണ്ട്, ബി ക്വസ്റ്റ്യനും ഉണ്ട്, ഓർ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഇവിടെ നോക്കൂ, ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് റിസംബിൾസ് ഇൻ ദെയർ. അപ്പോൾ ലാന്തനോയിഡ്സിനും ആക്ടിനോയിഡ്സിനും എന്തിലാണ് സിമിലാരിറ്റി ഉള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, 4f-ലാണ് അല്ലേ. 4f ഓർബിറ്റൽസിലാണ് ലാന്തനൈഡ്സിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ളത്. അത് നമ്മുടെ പീരിയോഡിക് ടേബിളിലെ 6ാമത്തെ പീരീഡിലാണ് നമ്മുടെ ലാന്തനൈഡ്സ് വരുന്നത് അല്ലേ. ദെൻ ആക്ടിനൈഡ്സോ, ആക്ടിനൈഡ്സിൽ ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിട്ടുള്ളത് എവിടെയാണ്, ഇന്നർ 5f ഓർബിറ്റലിലാണ് അല്ലേ. 5f ഓർബിറ്റലിലാണ് നമ്മുടെ ആക്ടിനൈഡ്സിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത്. ദെൻ അതുപോലെ നമ്മുടെ ആക്ടിനൈഡ്സ് എന്ന് പറയുന്നത് ഏത് പീരീഡിലാണ്, 7ാമത്തെ പീരീഡിലാണ് അല്ലേ. പീരിയോഡിക് ടേബിളിൻ്റെ 7ാമത്തെ പീരീഡിൽ വരുന്ന ആൾക്കാരാണ് നമ്മുടെ ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ആക്ടിനോയിഡ്സിനും അതുപോലെ ലാന്തനോയിഡ്സിനും സിമിലർ ആയിട്ട് വരുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏതാണ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് ലാന്തനോയിഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 4f, 4f-ലാണല്ലേ ഫില്ല് ചെയ്യുന്നത്. 1 to 14, 5d, 0 to 1, 6s2. ഓക്കെ, 6s2. അപ്പോൾ ഇവിടെ ഇന്നർ 4f ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത്. എന്നാൽ ആക്ടിനോയിഡ്സിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനോ, ആക്ടിനോയിഡ്സിൻ്റെ 5f-ലാണ് അല്ലേ ഫില്ല് ചെയ്യുന്നത്. 5f, 1 to 14, 5d, 0 to 1, 7s2. സോറി, ഇത് 60 ആണ്, 7s2. ഇതാണ് നമ്മുടെ ആക്ടിനോയിഡ്സിൻ്റെയും ലാന്തനോയിഡ്സിൻ്റെയും ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എന്താണ്, സിമിലർ ആണ് അല്ലേ. ഇത് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് രണ്ടിലും സിമിലർ ആണ്. ഇലക്ട്രോൺസ് എന്താണ് നമ്മുടെ എഫ് ഓർബിറ്റൽസിലാണ് എന്ത് ചെയ്യുന്നത്, ഫില്ല് ചെയ്യുന്നത്. ദെൻ അടുത്തത് എന്ന് പറയുന്നത് പ്രൊമിനൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്സ്. അപ്പം ലാന്തനോയിഡ്സ് കാണിക്കുന്നത് എന്താണ്, +2, +3, +4 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ ലാന്തനോയിഡ്സ് കാണിക്കുള്ളൂ. എന്നാൽ ആക്ടിനോയിഡ്സ് +2 മുതൽ +7 വരെയുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇവർ തമ്മിൽ എന്തില്ല, സിമിലാരിറ്റി ഇല്ല അല്ലേ. ലാന്തനോയിഡ്സും ആക്ടിനോയിഡ്സും ഈ ഒരു പ്രോപ്പർട്ടി, അതായത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നതിൽ എന്തല്ല, രണ്ടാളും സിമിലർ അല്ല. ദെൻ പിന്നുള്ളത് എന്താണ്, അയണൈസേഷൻ എനർജി അല്ലേ. അയണൈസേഷൻ എനർജി നമ്മുടെ ലാന്തനൈഡ്സിന്, ആക്ടിനോയിഡ്സിനാണ് ലോ അയണൈസേഷൻ എനർജി ഉള്ളത്. അയണൈസേഷൻ എനർജി ആക്ടിനോയിഡ്സിന് നമ്മുടെ ലാന്തനോയിഡ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ലോ അയണൈസേഷൻ എനർജി ആണ് ഉള്ളത്. ഓക്കെ, ലോ അയണൈസേഷൻ എനർജി ആണുള്ളത്. അതായത് നമ്മുടെ ആക്ടിനോയിഡ്സിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിരുന്നത് 4f-ലാണ്. അല്ല, ലാന്തനോയിഡ്സിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത് 4f-ലാണ്. എന്നാൽ ആക്ടിനോയിഡ്സിൽ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്തിട്ടുള്ളത് 5f-ലാണ് അല്ലേ. കുറച്ചും കൂടി ഔട്ടർ ആയിട്ടുള്ള ഷെല്ലിലാണ്. ഇപ്പോൾ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷനൊക്കെ കുറവായിരിക്കും. അത് കാരണം എന്താണ്, അയണൈസേഷൻ എനർജി ആക്ടിനോയിഡ്സിന് എന്തായിരിക്കും, കുറവായിരിക്കും കമ്പയർഡ് ടു ലാന്തനോയിഡ്സ്. ക്ലിയർ അല്ലേ. അപ്പോൾ അയണൈസേഷൻ എനർജിയിലും ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ദെൻ ഓപ്ഷൻ ഡി നോക്കൂ, ഫോർമേഷൻ ഓഫ് കോംപ്ലക്സസ്. അപ്പോൾ നമ്മുടെ ആക്ടിനോയിഡ്സിൽ എന്താണ്, അവർക്ക് കോംപ്ലക്സ് ഫോം ചെയ്യാനൊക്കെ കൂടുതൽ ടെൻഡൻസി ഉണ്ട് കമ്പയർഡ് ടു ലാന്തനോയിഡ്സ്. അപ്പോൾ ഏത് കാര്യത്തിൽ മാത്രമേ ഇവർ തമ്മിൽ സിമിലാരിറ്റി ഉള്ളൂ, റിസംബ്ലൻസ് ഏതിലാണുള്ളത്, ഫസ്റ്റിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. രണ്ടിലും എഫ് ഓർബിറ്റലിലാണ് ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യുന്നത് അല്ലേ. രണ്ടിനും ഏകദേശം ഒരേപോലത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് ഉണ്ടാവുക. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ. ഇനി ബി,
ബി പാർട്ട് നോക്കൂ. ഇതിൽ ബി ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് ദ അക്വസ് സൊല്യൂഷൻ ഓഫ് വിച്ച് ഓഫ് ദ ഫോളോവിങ് അയോൺസ് വിൽ ബി കളർലെസ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന അയോൺസിൽ ഏതാണ് കളർലെസ് എന്നാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കളർലെസ് എന്ന് പറഞ്ഞാൽ കളർ ഇല്ലാത്തല്ലേ. അപ്പോൾ കളർ കാണിക്കുന്നത് ആരാണ്? കളർ എങ്ങനെയാണ് കാണിക്കുക? കളർ കാണിക്കുന്നത് ആരാന്ന് അറിഞ്ഞാലല്ലേ ഇതിൽ ഏതാണ് കളർ ഇല്ലാത്തത് ഏതാണ് കളർ ഉള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. അതായത് D0 കോൺഫിഗറേഷനുള്ള ആ അയോൺസും അതുപോലെ തന്നെ D10 കോൺഫിഗറേഷനുള്ള അയോൺസ് എന്ത് ചെയ്യില്ല? കളർ കാണിക്കില്ല. നോ കളർ. ഓക്കെ, D0 കോൺഫിഗറേഷനും D10 അതായത് ഫുള്ളി ഫിൽഡ് ഡി ഓർബിറ്റൽ കോൺഫിഗറേഷൻ വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ ഡി ഓർബിറ്റലിൽ ഒറ്റ ഇലക്ട്രോൺസ് ഇല്ലാത്ത അയോൺസും അവർക്കൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല? കളർ കാണിക്കാൻ പറ്റില്ല. കാരണം കളർ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഈ ഇലക്ട്രോൺസ് അല്ലേ, ഡി ഓർബിറ്റലിലെ ഇലക്ട്രോൺസ് അടുത്ത എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോൾ എനർജി അബ്സോർബ് ചെയ്തിട്ടാണ് എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടുന്ന് തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും? ഈ അബ്സോർബ് ചെയ്ത എനർജി എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? അതിന് ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു കളർ നമുക്ക് കാണാൻ പറ്റും ആ കോമ്പൗണ്ടിന്. ഓക്കെ, അപ്പോൾ അതായത് ഇലക്ട്രോൺസ് ഡി ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഓർബിറ്റൽസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിൽ മൊത്തം 10 ഇലക്ട്രോൺസിനെ കൊള്ളും അല്ലേ. ഫുള്ളി ഫിൽഡ് ആയാലും അവിടെ കളറില്ല. ദെൻ അതുപോലെ തന്നെ നോ ഫീൽഡ് ഓർബിറ്റൽ ഡിയിൽ ആരും ഇല്ലെങ്കിലും അവിടെ കളർ കാണിക്കാൻ പറ്റില്ല. കാരണം അവിടെ ഇലക്ട്രോൺസ് വേണം. ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ മാത്രമേ അതിന് എനർജി അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് എക്സൈറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഹയർ എനർജിയിലോട്ട് എക്സൈറ്റ് ചെയ്യുമ്പോൾ പിന്നെ അതെന്ത് ചെയ്യും? തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലോട്ട് വരുമ്പോൾ അവിടെ എനർജി എക്സസ് എനർജി എന്ത് ചെയ്യും? എമിറ്റ് ചെയ്യും അല്ലേ. ആ എമിറ്റ് ചെയ്യുന്ന എനർജി എന്തായിരിക്കും? അതിലൊരു ഡിഫറെൻറ്റ് ഫ്രീക്വൻസീസ് ഉണ്ടായിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളറാണ് നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കൂ. അപ്പോൾ നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് മാത്രം നോക്കിയാൽ മതി? വിച്ച് ഓഫ് ദ ഫോളോവിങ് അയോൺസ് വിൽ ബി കളർലെസ്. ഇതിൽ ഏത് അയോണാണ് കളർലെസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ കളർലെസ് ആണെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഏതാ? ഒന്നെങ്കിൽ D0 കോൺഫിഗറേഷൻ വേണം, അല്ലെങ്കിൽ D10 കോൺഫിഗറേഷൻ വേണം അല്ലേ. അപ്പോൾ ഇവിടെ നോക്കൂ, അയൺ ഉണ്ട്, ടൈറ്റാനിയം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, സ്കാൻഡിയം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിനെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്, ഡിയിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 3D സീരീസ് നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കണം കേട്ടോ. 3D സീരീസ് അതായത് ഏതൊക്കെയാണ്? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക്. ഓക്കെ, 10 ആൾക്കാർ. അപ്പോൾ ഇത് പഠിക്കാനൊരു കോഡ് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളതായ കോഡ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാൻ വെറുതെ ഒരു കോഡ് വേണമെങ്കിൽ പറഞ്ഞുതരാം. സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൻ. ഓക്കെ, സ്കൂട്ടി വിക്രമൻ ഫിക്കോ നിക്കൂസൻ. ഈ ഒരു കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ഒരു എലമെൻസിനെ 10 എലമെൻസിനെ പഠിച്ചെടുക്കാൻ പറ്റും. ഇത് സ്കൂ പറയുന്നത് സ്കൂട്ടിയിലെ സ്കൂ എന്ന് പറയുന്നത് സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ ആൻഡ് സിങ്ക്. അപ്പം ഇതിൽ സ്കാൻഡിയത്തിൻ്റെത് എന്താണ്? ഡി ബ്ലോക്കിലെ ഫസ്റ്റ് എലമെൻ്റ് ആണ് അല്ലേ. അപ്പോൾ 3D1 4s2. ഓക്കെ, 3D1 4s2 ആണ് സ്കാൻഡിയത്തിൻ്റെ. അപ്പോൾ ടൈറ്റാനിയത്തിൻ്റെ എന്തായിരിക്കും? 3D2 4s2 അല്ലേ. വനേഡിയം 3D3 അല്ലേ, മൂന്നാമത്തെ ഡി എലമെൻറ്റ് 3D3 4s2. ഇപ്പോൾ ക്രോമിയം 3D4 4s2, മാംഗനീസ് 3D5 4s2, അയൺ 3D6 4s2, അതുപോലെ കൊബാൾട്ട് 3D7, നിക്കൽ 3D8, കോപ്പർ 3D9 ആൻഡ് സിങ്ക് ആകുമ്പോൾ 3D10. 3D ഓർബിറ്റൽ ഫുള്ളി ഫിൽഡായി 3D10. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരിക എന്നുള്ളത് നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? അറിഞ്ഞിരിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ. പിന്നെ നോക്കൂ, അയൺ അല്ലേ. അയൺ Fe2+ ആണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനാദ്യം നിങ്ങൾക്ക് അയണിൻ്റെ കോൺഫിഗറേഷൻ അറിയണം. അപ്പോൾ ആദ്യം ഇതുപോലെ എഴുതി നോക്കുക. എന്നിട്ട് അയൺ എത്രാമത്തെ ആളാണ്? 6ാമത്തെ ആളാണ്. അപ്പോൾ 3D6 ആണ് കോൺഫിഗറേഷൻ വരുന്നത്. 4s2 ആണ്.
3d6 4s2 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് അയൺ ആണ്. അയണിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയുന്നത് 3d6 4s2 ആണ്. അപ്പോൾ 3d6 4s2ൽ നമ്മൾ 2+ ആണല്ലേ വേണ്ടത്, അയൺ 2+. അപ്പോൾ 2 ഇലക്ട്രോൺസിനെ കളയണം. അയൺ 2 ഇലക്ട്രോൺസിനെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ 2+ എന്നുള്ളത് എവിടുന്ന് കളയണം? 2 ഇലക്ട്രോൺസിനെ 4s എന്ന് കളയോ അതോ 3d എന്ന് കളയോ? നമ്മൾ 4s എന്നാണ് ആദ്യ ഇലക്ട്രോൺസിനെ കളയുക, എന്നിട്ട് വേണമെങ്കിൽ d എന്ന് കളയും. അപ്പോൾ ഇവിടെ 4s2 അല്ലേ, അപ്പോൾ ഇവിടെ 2+ ആണ്, 2 ഇലക്ട്രോൺസിനെയാണ് കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 4s എന്ന് കളയും. അപ്പോൾ 4s 0 ആയി, 3d6 ആയി. അപ്പോൾ 3d6 കോൺഫിഗറേഷൻ കളർ കാണിക്കൂലേ, കാരണം d0യും d10ഉം അല്ലാത്ത ആൾക്കാരൊക്കെ നമുക്ക് എന്ത് ചെയ്യും? കളർ കാണിക്കും. അപ്പോൾ ഇത് കളേർഡ് ആണ്. ദെൻ ടൈറ്റാനിയം 3+ നോക്കൂ. ടൈറ്റാനിയം പറഞ്ഞാൽ സ്കൂട്ടി അല്ലേ, രണ്ടാമത്തെ ആള് സ്കാൻഡിയം ടൈറ്റാനിയം. അപ്പോൾ 3d2 4s2 3+ ആണ്. അപ്പോൾ 4s ന്ന് 2 ഇലക്ട്രോണും d ന്ന് 1 ഇലക്ട്രോണും പോകും. അപ്പോൾ 3d1 4s 0 എന്നായിരിക്കും കോൺഫിഗറേഷൻ. അപ്പോൾ ഇതും എന്ത് കാണിക്കും? കളർ കാണിക്കും. d0യും d10ഉം അല്ലാത്തവരൊക്കെ എന്ത് ചെയ്യും? കളർ കാണിക്കും. ദെൻ മാംഗനീസ് 3+. മാംഗനീസ് പറഞ്ഞാൽ 3d5 4s2. അപ്പോൾ 4s ന്ന് 2 ഇലക്ട്രോൺസ് പോയി. അപ്പോൾ 4s 0 ആയി. പിന്നെ 1 ഇലക്ട്രോൺ ഉണ്ട് അല്ലേ, Mn 3+ ആണ്. അപ്പോൾ 4s ന്ന് 2 എണ്ണം കളഞ്ഞ് 1 d എന്നും കളയാം. അപ്പോൾ 3d4 ആയി. 3d5 ഉള്ളത് 3d4 ആയി. അപ്പോൾ 3d4 എന്താണ്? കളേർഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കാൻഡിയം 3+ നോക്കൂ. സ്കാൻഡിയം പറയുന്നത് ഫസ്റ്റത്തെ ആളാണ് അല്ലേ. അപ്പോൾ 3d1 4s2. അപ്പോൾ സ്കാൻഡിയം 3+ പറഞ്ഞാൽ സ്കാൻഡിയത്തിൽ നിന്ന് 3 ഇലക്ട്രോൺസ് പോയി അല്ലേ. അപ്പോൾ 3 ഇലക്ട്രോൺസ് പോയി എന്ന് പറഞ്ഞാൽ അവിടെ 2 ഇലക്ട്രോൺസ് നമ്മുടെ 4s നിന്നും പോയി, 1 ഇലക്ട്രോൺ 3d നിന്നും പോയി. അപ്പോൾ എഫക്റ്റീവ്ലി 3d0 4s 0 3d0. ഓക്കെ, അപ്പോൾ d0 കോൺഫിഗറേഷൻ വന്നാൽ അതെന്താണ്? കളർലെസ് ആണ്. ഇതല്ലേ നമ്മളെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് വിൽ ബി കളർലെസ്? അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.